കൗണ്ടറിൽ വരിയിൽ നിൽക്കുകയാണ് ബോർഡിംഗ് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒമാനിലേക്ക് പോകാൻ വേണ്ടി എൻ്റെ എല്ലാ ചെക്കിങ്ങും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ബോർഡിംഗ് ബാസ്ക്കറ്റ് ഇവിടെ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് കയറിയാൽ മതി. നമ്മളിവിടെ 6:08 സമയം. എനിക്കൊരു കാര്യം കേൾക്കണം, ഞാൻ മാത്രം ഇവിടെ ഒമാനിക്കുള്ളൂ, ഒരു മലയാളി പോലുമില്ല. ഞാൻ ആകെ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ എൻ്റെ മനസ്സിലെന്താണെന്ന് അറിയോ, ഞാൻ എങ്ങനെ പോകും, ഒറ്റയ്ക്ക് പോരണ്ടേന്നൊക്കെയാണ്. എല്ലാം ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു മലയാളിയില്ല, എല്ലാം ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും മദീനയ്ക്കുള്ളൊരു വലിയ വരിപ്പത് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഉണ്ടോ, മദീനയ്ക്ക് പോണവരാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങോട്ടുള്ളവരാണെന്ന് അറിയില്ല. ഒരു മലയാളി പോലുമില്ല, ഞാൻ മാത്രം ഒറ്റപ്പെട്ടു ഇവിടെ. ഞാൻ ഫ്ലൈറ്റിൽ കയറണം, അതുവരെ ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ലല്ലോ, അറബി അറിയില്ല. എന്തായാലും നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞാൽ മതി. കുറച്ച് കഴിയും ഫ്ലൈറ്റ് വരാമെന്നുള്ള സമാധാനമാണ്. ഇപ്പോൾ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ്. കയറാനുള്ള പോക്കാണ്. നല്ല തണുപ്പും ആളൊക്കെ കുറവാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ കയറാറുള്ളൂ. എത്തിയോ? ആ അതല്ലേ. And until you are outside the aircraft. سترة النجاة موضوعة تحت مقعدك. عندما يطلب منك طاقم الطائرة ضعها حول عنقك، ثم لف الشريط حول خصرك واربطها بإحكام. I'm Mahdi, your cabin supervisor, and along with Al-Fawza, Rachel and Mohammed, we're here to ensure you have a comfortable and enjoyable flight. Now that we are in the air, I would like to share a few important details about today's flight.
جالسين في مقاعدكم مع ترك أحزمة المقاعد مربوطة حتى تتوقف الطائرة نهائيا وتنطفئ إشارة ربط الأحزمة. قبل مغادرة الطائرة يرجى أخذ جميع أمتعتكم الشخصية، كما يرجى أخذ الحذر عند فتح الخزانات العلوية نظرا لتحرك الأمتعة طوال الرحلة. شاكرين اختياركم العربي للطيران، ونتمنى لكم طيب الإقامة وإلى اللقاء. ഇപ്പോൾ സലാല എയർപോർട്ടിലൊക്കെ എത്തി. ഇനി ഞാൻ പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ കാത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അല്ലേ. ഹായ്, ഹാപ്പി ഹാപ്പി, ഇവിടെ എത്തി കിട്ടി. സലാല എയർപോർട്ട് കണ്ടില്ല എന്ന് പറയണ്ട. സലാല എയർപോർട്ടാണ്. ഇവിടെ എല്ലാവരുടെ ലഗേജൊക്കെ കാത്ത് നിൽക്കുക. എനിക്ക് ലഗേജും കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ ആശുക്കുട്ടി അവിടെ കാത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്, അതും എൻ്റെ 7ാം ക്ലാസ് ഫ്രണ്ട്. ഞങ്ങളിപ്പോൾ ഈ മീറ്റപ്പ് കാരണം ഒന്നിച്ച് കൂടിയതാണ്. അങ്ങനെയാണ് അവിടെ ഉള്ളത് അറിഞ്ഞത്. അപ്പോൾ കണ്ടുമുട്ടി. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അത് നമ്മളെ ഫ്രണ്ട് വരുന്നു. ഹായ് ഹായ്. കണ്ണനൊന്നും മെസ്സേജ് കൊടുത്തിട്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്തി, നമ്മൾ കണ്ടു എന്നുള്ളത്. കണ്ടു പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമായില്ലേ. സലാല എയർപോർട്ട് ആശയം ഏതായാലും കാണിച്ചാന്നില്ലായിരിക്കും. ഞാനാ കാണിച്ചിട്ടുണ്ട്. അവര് വന്നിട്ടുണ്ടല്ലോ. ആ അല്ലേ, എൻ്റെ യൂട്യൂബിൽ